ഹായ് ഗായ്സ്, അപ്പം എന്നൊരു ചെറിയൊരു മിനി ട്രാവൽ ബ്ലോഗ് കണ്ടാലോ. അങ്ങനെ സെല്ലുവിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഓഫീസിലേക്ക് പോവുകയാണ്. 2-3 ദിവസം ലീവൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതാ ബസ്സിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ എൻ്റെ സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറി. പിന്നെ ഞങ്ങളെ അവിടെ ഒരു ചെറിയൊരു ടൗൺ ഉണ്ട്, കുരുടിമുക്ക് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അവിടെ എത്തിയപ്പോൾ ഞാൻ ഇവനെ വിളിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇവൻ്റെ കൂടെയാണ് ഇനി അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തിലാട്ടോ. കാരണം എന്താണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. കാരണം ഞാൻ ഡെയിലി പോകാറ് ബസ്സിന് തന്നെയാണ്. കാരണം ബസ്സിനൊക്കെ പോകുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഞാൻ ക്ഷീണിച്ച് ചാവലാണ്. അവിടെ എത്തുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ക്ഷീണമാണ്. പക്ഷെ എൻ്റെ മുഖത്ത് ഇന്ന് നല്ല സന്തോഷമാണുള്ളത്. കാരണം ഞാൻ ബസ്സിനല്ല ഇന്ന് പോകുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവനെ എൻ്റെ കൂടെ പോവുകയാണ്. ഒരിക്കലല്ല ഗായ്സ്, ഞാൻ ഇന്ന് പോകുന്നത് ട്രെയിനിനാണ്. അത് നമ്മുടെ കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ കയറുന്നത് ഫറൂഖിലേക്ക്. അപ്പോൾ അതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ ട്രെയിനിലൊക്കെ കുറേ യാത്ര ചെയ്തിട്ടുള്ളതാണ്. ഫാമിലീൻ്റെ കൂടെ ആണെങ്കിലും അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ സന്തോഷത്തിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഇതുവരെ ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ ട്രാവൽ ചെയ്ത് പോയിട്ടില്ല. അതാണ് വേറൊരു സത്യം പറഞ്ഞാൽ. ഞാൻ അതിനുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമാണ്. കാരണം ഇതുവരെ ഞാൻ ഒറ്റയ്ക്ക് ട്രെയിനിൽ കയറിയിട്ടില്ല. ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ഈ സന്തോഷം. അപ്പോൾ അതാ ഞങ്ങൾ നേരെ അവിടെ ബാഗൊക്കെ സൈഡാക്കിയിട്ട് നേരെ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. ടിക്കറ്റ് വെറും 10 രൂപയായിട്ടുള്ളൂ ടിക്കറ്റിന്. അപ്പോൾ എന്താ പറയുക, ബസ്സിലൊക്കെ പോകുന്നതിനേക്കാട്ടും എത്രയോ നല്ലതാണ് ട്രെയിനിൽ പോകുന്നത്. വേഗം എത്തുകയും ചെയ്യും. നമുക്ക് അത്ര ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ അവിടെ എത്തിയ സമയത്ത് അവിടെ ഒരു പൂച്ചക്കുഞ്ഞു പോലും ഇല്ലായിരുന്നു കേട്ടോ. അയ്യൊരു റെയിൽവേ സ്റ്റേഷൻ എന്ന് വെച്ചാൽ കാലിയായിരുന്നു. 2-3 ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രെയിൻ വരാനുള്ള സമയം ആകുമ്പോഴത്തേക്കും അവിടെ ഫുൾ ആൾക്കാരായിരുന്നു. പിന്നെ ഈ ഇത്താത്തയും അതുപോലെ തന്നെ ഇവനും ലോക കഥ, ഇവർക്ക് മുന്നേ പരിചയമുള്ളവരെയാണ് ഇവർ കഥ പറയുന്നത്. ഞാൻ ഇതിനൊന്നിലും ഉൾപ്പെടാണ്ട് ഒരു സ്ഥലത്തേക്ക് മാറി കുത്തിരിക്കാന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ട്രെയിൻ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുന്നിലും ബാക്കിലും ആയിട്ടായിരുന്നു ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നത്. ഞാൻ മുന്നിലാട്ടോ ഓടിപ്പോയി കയറിയത്. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ആണെങ്കിൽ ഫുൾ ആൾക്കാർ, കാല് കുത്താൻ പോലും സ്ഥലമില്ല. എന്നാലും എനിക്ക് ബസ്സിനെക്കാട്ടും കുറേയൊക്കെ നല്ലതായിട്ട് തോന്നിയത് ട്രെയിൻ തന്നെയാണ്. ബാക്കിൽ നിന്ന് ഒരു ചേട്ടൻ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഇങ്ങനെ നോക്കിയായിരുന്നു കേട്ടോ. അത് ഞാൻ കാണുന്നത് എന്ന് വെച്ചാൽ വീഡിയോ കാണുമ്പോഴാണ്. പിന്നെ ഫറൂഖ് പാലെത്തിയപ്പോഴാണ് എനിക്കൊരു ആശ്വാസം വന്നത്. എത്തിയല്ലോ എന്ന്. പെട്ടെന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനും ബസ്സിന് വരികയാണെങ്കിൽ ഒരു 2.5 മണിക്കൂറിൻ്റെ യാത്ര എന്തായാലും ഉണ്ട്. പക്ഷെ അവിടെ 1 മണിക്കൂറാകുമ്പോഴത്തേക്ക് ഞാൻ റൂമിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിതാ ഫറൂഖ് നേരെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് നടക്കുകയാണ്. കാരണം എൻ്റെ 2 ഫ്രണ്ട്സ് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാരണം അവർക്ക് രാമനായിട്ട് വരേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ചുമ്മാ വെറുതെ ഒന്ന് വിളിച്ചു നോക്കിയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ട്രെയിനിൽ വരുന്നുണ്ട്, എന്നെ കൂട്ടാൻ വരുമെന്ന് ചോദിച്ചപ്പോൾ ഓക്കെ ഓടാന്ന് പറഞ്ഞു. 2 ആൾ എത്തിയിട്ടുണ്ട്, വിപിനും സിദ്ദിഖും. അപ്പോൾ പിന്നെ പോയതൊക്കെ അവരുടെ കൂടെ കേട്ടോ. റൂമിലേക്ക് അവരെന്നെ ഇറക്കി തന്നതായിരുന്നു. പിന്നെ ഇതാ നേരെ അവരുടെ കൂടെ കയറി. ബാഗൊക്കെ മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇലക്ട്രിക് ആള്. അങ്ങനെ ഞങ്ങൾ നേരെ